പല്ലുവേദന മാറ്റാൻ ഒരു ഗുളിക ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിലേ അത് വലിയൊരു പ്രശ്നമാണ്. അതായത് പല്ലുവേദനയ്ക്ക് മെഡിസിൻ എന്ന് പറയുന്നൊരു സാധനം ഇല്ല. അതെ, ഇപ്പം നമ്മളെ ഭൂരിഭാഗം ആൾക്കാർക്ക് എപ്പോഴെങ്കിലും പല്ലുവേദന വന്നിട്ടുണ്ടാവും. പല്ലുവേദന വന്ന ശേഷം നമ്മൾ ഒന്നുകിൽ ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടാവും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് പല്ലുവേദനയുടെ ഗുളിക തരാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് ഇതിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒന്നുകിൽ ദന്താശുപത്രിയിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ നമുക്ക് പല്ലുവേദനയായിട്ട് ഇരുന്നപ്പോഴത്തേനും ഒരു ഗുളിക തന്നിട്ടുണ്ടാവും. അത് കഴിച്ചപ്പോൾ നമ്മുടെ വേദന മാറിയിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം നമ്മുടെ പല്ലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ വേദനയ്ക്ക് കാരണമായിട്ടുള്ള പ്രോബ്ലം മാറി എന്നാണോ? ഒരിക്കലുമല്ല. പല്ലുവേദനയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുന്ന അസുഖങ്ങൾ ചുരുക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിച്ചു മോണയിൽ കൊണ്ട് മുറിഞ്ഞു, അത് ഒരു 2 ദിവസം ഉപ്പോളം കൊള്ളിയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ സിവിയർ പെയിൻ ഉണ്ടെങ്കിൽ അത് കഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളും. പക്ഷേ ഇതേ പ്രശ്നം പല്ലുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ പെയിൻ കില്ലർ കഴിക്കുമ്പോൾ അത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമേ ആവുന്നുള്ളൂ. ഞാൻ എൻ്റെ പേഷ്യൻസിനടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സാമ്പിളാണ്, കുറച്ച് ക്രൂവലാണ്. എന്താ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞു വീണിട്ട് ഞാൻ കൈ കുത്തിയാണ് വീണത്. കൈ കുത്തി വീണപ്പോഴത്തേക്ക് കയ്യിൽ ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ചെറുതായിട്ട് തൊലിയൊക്കെ പോയി. എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പം എൻ്റെ പേരൻസ് പറഞ്ഞു, തൊലിയൊക്കെ പോയല്ലേ, അപ്പോൾ ഒരു ദിവസം നോക്കാം, നീര് വല്ലതും ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കാമെന്ന് പറയും. അതെന്താ അതിൻ്റെ ഇമ്പോർട്ടൻസ്? നീരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലിനകത്ത് പൊട്ടലുണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതേ സമയം ഞാൻ മറിഞ്ഞു വീണു, കൈ കുത്തി വീണു, എൻ്റെ എല്ലോ ഒടിഞ്ഞ് പുറത്തു വന്നു. എനിക്ക് അമിതമായ വേദനയുണ്ട്. ഞാൻ നേരെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ എല്ലൊക്കെ പുറത്തു വന്നിരിക്കുന്നു, ആശുപത്രി പോകാന്ന് പറയുമ്പോൾ ഞാൻ പറയില്ല, എനിക്ക് വേദനയുള്ള പ്രശ്നമെന്ന് പറയാം. പറയില്ല, ഇത് നമ്മൾ ഡോക്ടറിനെ കാണിക്കണം. അങ്ങനെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് മറ്റേ സർജറി ചെയ്ത് എല്ല് നേരെയാക്കി പ്ലേറ്റ് വെച്ച് ടൈറ്റ് ചെയ്ത് പിന്നെ പ്ലാസ്റ്റർ ഇട്ട് 3 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറയും. അപ്പം ഞാൻ പറയില്ല, എനിക്ക് വേദന മാത്രമേ പ്രശ്നമുള്ളൂ, എല്ലിങ്ങനെ ഇരിക്കുന്ന എൻ്റെ ഒരു പ്രശ്നമേ അല്ല, എനിക്ക് വേദന മാത്രം പ്രശ്നം, എനിക്ക് അതൊന്ന് മാറ്റി തന്നാൽ മതി. അപ്പോൾ കുറേ നേരത്തെ സംസാരത്തിനൊക്കെ ശേഷം ഡോക്ടർ പറയും, എന്നാൽ വേദന മാറ്റി തരാം, പക്ഷെ ഉടനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ആ ഭാഗം ഒന്ന് മരയിപ്പിക്കാനുള്ള ഇഞ്ചക്ഷനും എടുത്തു, ഒരു വേദനയുടെ ഇഞ്ചക്ഷനും എടുത്തു. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേൻ്റെ 6 തൊട്ട് 10 മണിക്കൂർ പിന്നെ വേദന വരും, കാരണം നമ്മൾ എല്ല് പുറത്തിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഡോക്ടറിനെ കാണിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക. ഇങ്ങനെ 2-3 തവണ ആകുമ്പോൾ നമ്മൾ എല്ല് ശരിയാക്കുന്നില്ലെങ്കിൽ എന്ത് പറ്റും, ഇത് പഴുക്കാൻ തുടങ്ങും, പിന്നെ ഇത് മുറിച്ച് കളയേണ്ടി വരും, പിന്നെ നമുക്ക് അവിടെ കൈ ഉണ്ടാവില്ല. ഞാൻ ഈ പറയും എൻ്റെ കാര്യം കേട്ടോ, ഇക്കടെ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മളുടെ പല്ലുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പല്ലിൻ്റെ മോണയുടെ മുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ചെറിയ ഓരോ വന്ന പോലെ ഉള്ളൂ, അത് തൊലിയാണ് അല്ലെങ്കിൽ മ്യൂക്കോസയാണ് അല്ലെങ്കിൽ മാംസമാണ്, അത് ഹീലായിക്കോളും. പക്ഷേ എല്ലിനകത്തൊരു വ്യത്യാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഡോക്ടറിനെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലല്ല നമ്മളത് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ പറ്റത്തുള്ളൂ. മരുന്ന് കഴിച്ച് മാത്രമേ ശരിയാക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ പല്ലിനകത്തൊരു കേട് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്താൽ മാത്രമേ വീണ്ടും അത് വരാതിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആ പല്ല് നമ്മുടെ വായിൽ നിലനിർത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പല്ലുവേദന വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഉപ്പുവെള്ളം കൊള്ളുകയോ നേരെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്ന് മേടിച്ച് കഴിക്കുകയോ ഒന്നുമല്ല. നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലായിക്കോട്ടെ പ്രൈവറ്റ് ഹോസ്പിറ്റലായിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് ഡോക്ടറിനെയാണോ കാണിക്കാൻ തോന്നുന്നത്, നിങ്ങൾക്ക് ഏറ്റവും അവൈലബിൾ ആരാണോ ആ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കുക. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ് എന്താണെന്ന് നോക്കുക. ചിലപ്പോൾ എക്സ്റേ എടുക്കേണ്ടി വരും. അങ്ങനെ എക്സ്റേ എടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കുക, എങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയാണെങ്കിലും ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് അതെന്താണ് പ്രശ്നമെന്ന് ആദ്യം കണ്ടുപിടിക്കും. അതിനുശേഷം അതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന, എല്ലാവർക്കും റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുമെന്നോ, എല്ലാവർക്കും പല്ലെടുക്കണമെന്നോ, എല്ലാവർക്കും പല്ലടയ്ക്കണമെന്നൊന്നും അല്ല പറയും. നമ്മളെ കൊണ്ട് ഏത് ട്രീറ്റ്മെൻ്റ് ആണോ ചെയ്യാൻ പറ്റുന്നത്, തിരിച്ച് ഈ അസുഖം വരാത്ത രീതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ ഒഴിവാക്കുക. ഞാനിത് വീണ്ടും പറയുന്നത്, നിങ്ങൾ എൻ്റെ ക്ലിനിക്കിൽ വരാനോ അല്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പ്രൈവറ്റ് ക്ലിനിക്ക് തന്നെ പോകണമെന്നല്ല പറയുന്നത്. എവിടെയാണെങ്കിലും ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കുക. അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡെന്റിസ്റ്റിലുണ്ട്. എവിടെയാണെങ്കിലും ഫസ്റ്റ് OP അവരെ ഒന്ന് കാണിച്ച് എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കുക. ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ചെയ്തുകൊണ്ട്. ഞാനിതിപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു
ഒരു സംഭവം നമ്മളുടെയൊക്കെ ഇടയിലുണ്ട്. ഇതിനെക്കുറിച്ച് വൈകാതെ ഒരു വർഷത്തിനുള്ളിൽ എല്ലാ ക്ലിനിക്കുകളിലും ഇത് ഫോളോ ചെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. കാരണം അങ്ങനത്തെ ഒരു തീരുമാനമാണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ